അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമായ ദുൽഹിജ്ജ കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട മുഹറം നമ്മിലേക്ക് കടന്നു വരികയാണ്. 1447 ഹിജ്റ വർഷം നമുക്ക് തുടക്കം കുറിക്കുകയാണ്. 2025 ജൂൺ 26 അല്ലെങ്കിൽ 27 മുഹറം മാസം ഒന്നാവുകയാണ്. ആ മുഹറം മാസം നമ്മിലേക്ക് സമാഗതമായാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരുപാട് ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദീർഘ ആയുസ് ലഭിക്കുക, ആയുസ് കൂടുക എന്നുള്ളതും ആരോഗ്യം വർദ്ധിക്കുക എന്നുള്ളതും അതുപോലെ പെടുന്നനെ വരുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതുപോലെ അപകടങ്ങൾ തുടങ്ങിയിട്ടുള്ള ദുരന്തങ്ങൾ നമുക്കറിയാമല്ലോ. എത്ര ആളുകളാണ് അപകടങ്ങളിൽപ്പെട്ട് വെന്തു ഉരുകി മരണപ്പെട്ടു പോകുന്നത്, പെടുന്നനെയുള്ള രോഗങ്ങളിൽ പെട്ടുപോകുന്നത്, അതുപോലെ എല്ലാം തകർന്ന് പാടെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുന്നത് നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മുസീബത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ, ദീർഘായുസ് ലഭിക്കാൻ, ആരോഗ്യം വർദ്ധിക്കാൻ പവിത്രമായ മുഹറമിൽ ഈ കാര്യം നമ്മൾ ചെയ്താൽ മതി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു. ആരാണ് ഈ പവിത്രമായ മുഹറം മാസത്തിൽ ഒരു യതീമിനെ തലോടുന്നത്, ഒരു യതീമിന് ഭക്ഷണം നൽകുന്നത്, ആ യതീമിന് എന്തെങ്കിലും ഒരു പാപത്തിന് ഗുണം ചെയ്യുന്നത്, അങ്ങനെ ഗുണം ചെയ്തു കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു ഒരു ബുദ്ധിമുട്ടും നൽകുകയില്ല. ഒരു യതീമിന് അന്നത്തെ ദിവസം ഭക്ഷണം കൊടുത്താൽ, ഒരു പാവപ്പെട്ടവൻ്റെ തലോടിയാൽ അവനിക്ക് ദീർഘായുസ് കൂടും. അത് എത്രയാണെന്നറിയില്ല, എത്രയോ ചിലപ്പോൾ അള്ളാഹു കൂട്ടിക്കൊടുക്കും. അതുപോലെ ആരോഗ്യം വർദ്ധിക്കും. മുഹറം 10 ദിവസം ഈ ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്താൽ മതി. നമുക്കുള്ള ഈ ഗ്രേഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിത്തരാൻ. മാത്രമല്ല വലിയ മഹത്വം ആ മുഹറം 10 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഖാലൽ ഗസ്സാലിയു റഹിമഹുല്ലാഹ് ഫീ കിതാബിഹി മുകാശഫത്തുൽ ഖുലൂബ്. മുകാശഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതാ വഖദ് വറദ ഫീ ഫളി ആശൂറാ. ആശൂറായിൻ്റെ മഹത്വം വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ആഥാറുൻ കസീറത്തും മിൻഹാ അന്നഹു തീബ അലയ്യ ആദമു അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷിക്കാൻ പാടില്ല എന്ന ഭക്ഷണം കഴിച്ചു, പഴം കഴിച്ചു എന്ന ചരിത്രം നമുക്കറിയാം. അതിന് തൗബ ചെയ്തത് മുഹറം 10 ദിവസമായിരുന്നു. അതുപോലെ ആദം നബിയെ അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം 10 സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിച്ചത് മുഹറം 10. അതുപോലെ അർഷ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളായ മഹാത്ഭുതങ്ങളായ അർഷ്, അതുപോലെ കുർസി, വസ്സമാവാത്ത് ആകാശങ്ങൾ, വല്ലർദി ഭൂമി, വശംസ് സൂര്യൻ, വൽ ഖമർ ചന്ദ്രൻ, വൻ നുജൂമു നക്ഷത്രങ്ങൾ, വൽ ജന്നത്തു സ്വർഗം, അതുപോലെ ഇതൊക്കെ പടച്ചത് മുഹറം 10 ദിവസമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളില്ലാതെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് 99 വയസ്സിൽ അള്ളാഹു മകനെ കൊടുത്തു. അത് മുഹറം 10. വകാനത്ത് നജാതുഹു മിനന്നാർ ഫീഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അത് മുഹറം 10 അതുപോലെ വകദാലിക മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നജാത്തു മൂസ വമഅഹു. ഫറോവയുടെ അക്രമങ്ങളിൽ നിന്ന്, ഫറോവയുടെ പ്രയാസ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മൂസാ നബിയെയും അനുയായികളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത്. വഅഗ്റക ഫിർഔന വമഅഹു ഫീഹി. ഫറോവയും അവൻ്റെ കിങ്കരന്മാരും അനുയായികളും മുങ്ങി നശിച്ചത്. ഒലിത ഈസാ നബി ജനിച്ചത് മാതാവിൽ നിന്ന്, മറിയം ബീവിയിൽ നിന്ന്. ഉപ്പയില്ലാതെ ഈസാ നബി ജന്മം അതേ ഈസാ നബി ജനിച്ചത്. അതുപോലെ ആകാശത്തിലേക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നും ജീവിച്ചിരിപ്പുള്ള നബിമാരിൽപ്പെട്ട ആളാണ്. 4 നബിമാരുണ്ട്. ആ കൂട്ടത്തിൽ ഇന്നും ഹയാത്തിലുള്ള നബി ആകാശത്തിലുണ്ട്. ആകാശത്തിലേക്ക് അള്ളാഹു ഈസാ നബി ഉയർത്തിയത്.
ഇദ്രീസ് നബിയും അതിൽപ്പെട്ടതാണ്. ഇദ്രീസ് നബി അള്ളാഹു ഉയർത്തിയത്. അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ വലിയ പ്രളയമുണ്ടായപ്പോൾ ആ തൂഫാനിൽ നിന്ന് നൂഹ് നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തി ആ കപ്പൽ ജൂദി എന്ന പർവ്വതത്തിൽ പോയി നങ്കൂരമിട്ടത് മുഹറം 10-നായിരുന്നു. മൂസാ നബി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അധികാരം കൊടുത്തത്. യൂനുസ് അലൈഹി സ്വലാം മത്സ്യവയറ്റിൽ കിടന്ന നബിയാണ് യൂനുസ്. ആ മത്സ്യവയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കണ്ണിൻ്റെ കാഴ്ച തിരിച്ചെടുത്തിരുന്നു. കരഞ്ഞ് മകനോടുള്ള ഇഷ്ടം കൊണ്ട് മകനെ കാണാതായതിൻ്റെ പേരിൽ ആ കരഞ്ഞ് കണ്ണ് നഷ്ടപ്പെട്ടു, കണ്ണിൻ്റെ കാഴ്ച പോയി. ആ കാഴ്ച അള്ളാഹു തിരിച്ചു കൊടുത്തത് യൂസുഫ് അലൈഹി സ്വലാമിനെ സഹോദരങ്ങൾ കൊണ്ടുപോയി പൊട്ടക്കിണറിൽ എറിഞ്ഞു. ആ പൊട്ടക്കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതുപോലെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ പരീക്ഷണം കൊടുത്തു. ആ പരീക്ഷണങ്ങളിൽ അയ്യൂബ് നബി അള്ളാഹുവിൽ നിന്ന് ദുആ ചെയ്ത് ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത്. വഅവ്വലു മതറിൻ നസല മിനസ് സമാഇ ഇലൽ അർളി കാന യൗമ അശൂറാ. ഭൂമിയിലേക്ക് ആകാശഗംഗയിൽ നിന്ന് ഭൂമിയിലെ പല വൃക്ഷങ്ങളെ ചെടികളെയൊക്കെ നനക്കാനും മഴ ഭൂമിയിലേക്ക് ആദ്യമായി അള്ളാഹു ഇറക്കിയത്, ഭൂമിയിലേക്ക് ആദ്യമായി മഴ പെയ്തത് യൗമ അശൂറാ, അശൂറാന്റെ ദിവസമാണെന്ന് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ഗ്രന്ഥമായ മുകാശഫത്തുൽ ഖുലൂബിൽ നമ്മോട് അറിയിക്കുകയാണ്. വമൻ മസഹ ഫീഹി അലാ റഅസി യതീമിൻ. മുഹറം 10 മഹത്വം കൊണ്ട് മുഹറം മാസത്തിന് മൊത്തം അല്ലാഹു വലിയ മഹത്വം കൊടുത്തു. ആ ദിവസം ഒരു യതീമിൻ്റെ തലോടിയാൽ അഅതാഹുല്ലാഹു ബികുല്ലി ശഅറത്തിൻ ശജറത്തുൻ ഫിൽ ജന്നതി അലിഹാ. ആ കുഞ്ഞുമോളുടെ തലയിലുള്ള മുടിക്കനുസരിച്ച് അല്ലാഹു സ്വർഗത്തിൽ അവർക്ക് പഴങ്ങളും മരങ്ങളും കൊടുക്കും സ്വർഗത്തിൻ്റെ. അതുപോലെ മിനൽ ഹുലി ഫിൽ ജന്നതി അലൈഹാ മിനൽ ഹുലി വൽ ഹുലലി മാ ലാ യഅലമു ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ അതിൻ്റെ വിശാലതയും അതിൻ്റെ ഭംഗിയും അറിയൂല, അത്രയും വലിയ അനുഗ്രഹം. അതുപോലെ അവനിക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കും തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ മുഹറമിൽ നമ്മൾ ചെയ്യുന്ന ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.